Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Sita Kalyanam, inspired by the epic love story of Ramayana, crafted by Joya Lucas, world's favorite jeweler. അങ്കമാലി ടൗണിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കാത്തതിൽ ബസ് സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ തന്നെ നിർത്തിവെക്കുമെന്ന് അങ്കമാലി മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് APGB സെക്രട്ടറി BO ഡേവിഡ് എന്നിവർ അറിയിച്ചു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വിവിധ തലങ്ങളിൽ പലപ്പോഴായി യോഗങ്ങൾ വിളിച്ചുകൂട്ടിയെങ്കിലും എടുത്ത തീരുമാനങ്ങൾ ഒന്നുപോലും നടപ്പിലാക്കില്ല. ദേശീയപാതയിലും MC റോഡിലും ക്യാമ്പ്ഷെഡ് റോഡിലും വിവിധ ബസ് സ്റ്റോപ്പുകളിൽ പോലും അനധികൃത പാർക്കിംഗ് രൂക്ഷമാണ്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കിംഗ് ഫീസ് നൽകി ഉപയോഗിക്കാൻ കേന്ദ്രങ്ങളുണ്ടെങ്കിലും വാഹന ഉടമകൾ അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. വഴിവാണിഭക്കാർ വാഹനങ്ങളിൽ ക്യാമ്പ്ഷെഡ് റോഡിൽ സ്ഥിരമായി കച്ചവടം നടത്തുന്നത് ഗതാഗത തടസ്സമുണ്ടാക്കുന്നുണ്ട്. ക്രിസ്മസും പുതുവത്സരവും തിരുനാൾ സീസണുമാകുമ്പോൾ ഇപ്പോഴുള്ള ഗതാഗതക്കുരുക്ക് 10 മടങ്ങ് വർദ്ധിക്കും. കാൽനടക്കാർക്കുള്ള നടപ്പാതകളിൽ പോലും വാഹനങ്ങളുടെ പാർക്കിംഗ് കാരണം യാത്രക്കാർ റോഡിലിറങ്ങിയാണ് നടക്കേണ്ടി വരുന്നത്. ഇത് വാഹനങ്ങളുടെ സഞ്ചാരം സാവധാനത്തിലാകുന്നതിനും ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിക്കുന്നതിനും അപകടങ്ങൾക്കും പ്രധാന കാരണമാകുന്നു. അങ്കമാലി ടൗണിലെ ഗതാഗതക്കുരുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതല്ലാതെ യാതൊരുവിധ കുറവും അനുഭവപ്പെടുന്നില്ല. ഈ സാഹചര്യത്തിൽ 2 ആഴ്ച മുമ്പ് ജനപ്രതിനിധികൾ മുനിസിപ്പാലിറ്റിയിൽ ഒരു ട്രാഫിക് കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും അടിയന്തരമായി കാലടി ടൗണിൽ ചെയ്യേണ്ട ട്രാഫിക് നിയമങ്ങൾ ഓരോന്നോരോന്നായി തീരുമാനിച്ച് പിരിഞ്ഞിട്ട് ഇന്ന് 2 ആഴ്ച കഴിഞ്ഞു. ഇന്ന് വരെ അതിനെ സംബന്ധിച്ച് ഒരു വിവരം ജനങ്ങൾക്ക് നൽകാനോ അന്നെടുത്ത തീരുമാനം നടപ്പിലാക്കാനോ ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ കടന്നു വരികയാണ്. ഓരോ ദിവസം ചെല്ലുന്നതോറും ട്രാഫിക് കൂടി വരുന്നതല്ലാതെ കുറയാൻ യാതൊരുവിധ സാധ്യതയില്ല. അതുകൊണ്ട് ഈ മേഖലയിലെ അങ്കമാലി ടൗണിൽ വന്ന് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഈ ഗതാഗതക്കുരുക്ക് മൂലം ഒരു വിധത്തിലും സർവീസ് നടത്താൻ സാധിക്കാത്ത ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കാലടി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ വൺ വേ പോകാതെയും ബസ് സ്റ്റാൻഡിൽ പോകാൻ പറ്റാതെയും അതോടൊപ്പം തന്നെ അങ്കമാലിൽ വന്നിട്ട് വിവിധ പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ യാത്രക്കാരുടെ പരാതി മൂലം മോട്ടോർ വാഹന വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും ബസ്സിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ഭീമമായ തുക ചുമത്തുകയും ചെയ്യുന്നതുകൊണ്ട് ഈ മേഖല വളരെയേറെ പ്രതിസന്ധിയിലാണ്. ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. നിയമങ്ങൾ ഞങ്ങൾ പാലിക്കുവാൻ തയ്യാറാണ്. പക്ഷേ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്കും അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ജനപ്രതിനിധികളോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അതിന് മുന്നോട്ട് വരുന്നില്ല എന്നൊരു ഖേദം ഈ സമയം പറയാൻ ആഗ്രഹിക്കുക. ബസ് സ്റ്റാൻഡിലെ പ്രവേശന കവാടത്തിലും റെയിൽവേ സ്റ്റേഷൻ റോഡിലും നിറയെ വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പും പോലീസും സ്വകാര്യ വസ്തുക്കൾക്ക് വൻതുക പിഴ ചുമത്തുന്ന നടപടി തുടരുകയാണ്. ഇവിടെ പിഴ ചുമത്തുന്നതും ശിക്ഷ ഏൽക്കേണ്ടി വരുന്നതും സ്വകാര്യ ബസ്സുകളും മാത്രമാണ്. അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും അതിനെതിരെ ഒരു നടപടികൾ സ്വീകരിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു വൺ വേ തെറ്റിക്കുകയോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് സ്റ്റാൻഡിൽ സമയമില്ലാതെ സ്റ്റാൻഡിൽ പോകാതെ വരുന്ന ബസ്സുകളുടെ മേലിൽ അധികൃതർ കൃത്യമായ നടപടിയെടുക്കുകയും ശിക്ഷണ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് ഒരിക്കലും ഒരു സ്വീകാര്യമായ നടപടിയല്ല. തുടർച്ചയായുള്ള ഗതാഗത സ്തംഭനം മൂലം ട്രിപ്പുകൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതും സമയനിഷ്ഠ പാലിക്കാനായി അമിത വേഗം എടുക്കാൻ നിർബന്ധിതരാകുന്നതും സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കാൻ നിരവധി പരാതികൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയെങ്കിലും പരിഹാരമില്ലാത്തതിനാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുള്ളതായി അസോസിയേഷൻ അറിയിച്ചു.